നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2024 ഫെബ്രുവരി മാസത്തെ അനിഴം നക്ഷത്രക്കാരുടെ നക്ഷത്രഫലമൊന്ന് പരിശോധിച്ച് നോക്കാം. അനിഴം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം ലഗ്നത്തിൻ്റെ 6ാം ഭാവത്തിൽ നിൽക്കുന്നത് കൊണ്ട് കുറച്ച് വ്യാഴപ്പിഴവുണ്ട്. എന്നാൽ മറ്റ് ഗ്രഹങ്ങളുടെയൊക്കെ ഇഷ്ടഭാവസ്ഥിതിയുണ്ട്. അത് കാരണം കൊണ്ട് തന്നെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് യോഗം പറയും. എങ്കിലും കുറച്ച് അലച്ചിൽ കഷ്ടപ്പാടൊക്കെ കുറച്ച് വർദ്ധിക്കാൻ യോഗമുള്ളൊരു സമയം തന്നെയാണ്. കാരണം 5ാം ഭാവത്തിൽ അമൃതവശകണ്ഠകാരകനായിരിക്കുന്ന രാഹു നിൽക്കുന്നത് കൊണ്ട് മാനസികമായിട്ട് ഇടയ്ക്കിടയ്ക്ക് ടെൻഷൻ ഉണ്ടാകുക, പ്രതീക്ഷിച്ചിരിക്കുന്ന സമയത്ത് പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള പ്രതിഫലം അല്ലെങ്കിൽ ലാഭം നമുക്ക് കിട്ടാതിരിക്കുക, പ്രവൃത്തി സംബന്ധമായിട്ട് നല്ല പ്രതീക്ഷ ഉണ്ടാകുകയും ആ പ്രതീക്ഷയ്ക്കനുസരിച്ചുള്ള അനുകൂലമായിരിക്കുന്ന ഗുണങ്ങൾ കിട്ടാതിരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് മാനസികമായിട്ട് കുറച്ച് ടെൻഷൻ, നിരാശ പോലെയുള്ള കാര്യങ്ങളൊക്കെ അനുഭവപ്പെട്ടേക്കാം. കാരണം കണ്ടകശനിയുടേതായിരിക്കുന്ന ഒരു ദോഷമുണ്ട്. അതുപോലെ തന്നെ 5ാം ഭാവത്തിൽ അമൃതവശകണ്ഠകാരകനായിരിക്കുന്ന രാഹുവും ലാഭസ്ഥാനത്ത് ഗണ്ഡകാരകനായിരിക്കുന്ന കേതുവാണ് നിൽക്കുന്നത്. ലഗ്നത്തിൻ്റെ 14ാം തീയതിക്ക് ശേഷം ലഗ്നത്തിൻ്റെ 4ാം ഭാവത്തിലേക്ക് കർമാധിപതി വരികയും അത് ശനിയോട് ചേർന്ന് അഗ്നിമാർദ്ദ യോഗം ചെയ്ത് വരികയും ചെയ്യുന്നത് കാരണമുണ്ട്. അതായത് ശനിയുടെ ശത്രുവായിട്ട് കണ്ടകശനി ദോഷത്തെ ചെയ്തുകൊണ്ടിരിക്കുന്ന ശനിയുടെ ശത്രുവായിട്ടാണ് സൂര്യൻ അവിടെ വരുന്നത്. എന്നാൽ കർമാധിപതിക്ക് കർമ്മത്തിലേക്ക് ദൃഷ്ടിയുണ്ട്. അപ്പോൾ തൊഴിൽ സംബന്ധമായിരിക്കുന്ന അനുകൂലാവസ്ഥ കാര്യങ്ങളുണ്ടെങ്കിലും വീടും തൊഴിലുമായിട്ട് ഒരുമിച്ച് മിങ്കിൾ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കാത്തത് കൊണ്ടുള്ള വിഷമങ്ങൾ അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട്. ശുക്രൻ 2ാം ഭാവത്തിൽ നിന്നും 11ാം തീയതി മകരത്തിലേക്ക് മാറും, സഹായസ്ഥാനത്തേക്ക് മാറുന്നുണ്ട്. 5ാം തീയതി തന്നെ ചൊവ്വ സഹായസ്ഥാനത്ത് മാറുന്നുണ്ട്. അപ്പോൾ 5ാം തീയതി ലഗ്നാധിപതി സഹായസ്ഥാനത്ത് ഉച്ച ബലവാനായി നിൽക്കുന്നത് കാരണം കൊണ്ട് പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള സഹായങ്ങളൊക്കെ 5ാം തീയതിക്ക് ശേഷം കിട്ടാനായിട്ട് യോഗമുണ്ട്. അവിടെ ബുധൻ്റെ ഒരു യോഗം വരുമ്പോൾ ബുധശുക്ര യോഗം കൂടി വരും. 19ാം തീയതിയാണ് ബുധൻ കുംഭത്തിലേക്ക് മാറുന്നത്. അപ്പോൾ അതുവരെയുള്ള സമയത്ത് ബുധൻ്റെ ഒരു സാന്നിധ്യം കൂടി ശുക്രനോട് ചേർന്നുണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് സഹായികളായിരിക്കുന്ന വ്യക്തികളുമായിട്ട് ബന്ധപ്പെട്ട് അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ ഉണ്ടാകുകയും സഹോദര സ്ഥാനത്തും സഹായസ്ഥാനങ്ങളായിട്ട് നിൽക്കുകയും ചെയ്യുന്ന വ്യക്തികളുടെ പെരുമാറ്റത്തിൽ, പ്രവൃത്തിയിൽ കുറച്ച് മാനസികമായിട്ട് ടെൻഷനും പ്രശ്നങ്ങളും ഒക്കെ അനുഭവപ്പെടാനുള്ളൊരു സാധ്യത കൂടുതലായിട്ടുള്ള ഒരു മാസമാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വിദ്യാഭ്യാസത്തിന് വളരെ അനുകൂലമാണ്. വിദ്യാഭ്യാസ സംബന്ധം പഠനത്തിൻ്റെ കാര്യത്തിലൊക്കെ ഏകാഗ്രതയൊക്കെ ഉണ്ടാവും. തൊഴിൽ അന്വേഷിക്കുന്നവരെ സംബന്ധിച്ച് തൊഴിൽ കിട്ടാൻ യോഗമുണ്ടെങ്കിലും കുറച്ച് ടെൻഷനും പ്രതിസന്ധികളും തടസ്സങ്ങളും മുന്നിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. എന്നാൽ ഗവൺമെൻറ് ജോലി ആഗ്രഹിക്കുകയും PSC ഒക്കെ എഴുതി നിൽക്കുകയൊക്കെ ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം അനുകൂലമായിരിക്കുന്ന സമയമാണ്. കാരണം ഗവൺമെൻറ്റിൻ്റെ കാരകത്വം വഹിച്ചു നിൽക്കുന്ന സൂര്യൻ 10ാം ഭാവത്തിലേക്ക് ദൃഷ്ടി ചെയ്ത് നിൽക്കുന്നു എന്ന് പറയുന്ന ഒരു ഗുണമുള്ളത് കാരണമുണ്ട്. എന്നാലും കണ്ടകശനി ദോഷത്തിന് പരിഹാരമായിക്കൊണ്ട് അയ്യപ്പ ക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് ചെയ്യാനായിട്ട് മറക്കരുത്. അതുപോലെ തന്നെ വീട് മാറ്റം പോലെയുള്ള കാര്യങ്ങൾക്ക് യോഗമുള്ളൊരു സമയമാണ്. വീട്ടിൽ നിൽക്കുമ്പോൾ അസ്വസ്ഥത, ശാരീരികമായിട്ടുള്ള രോഗാവസ്ഥ കാര്യങ്ങൾ കൊണ്ടുള്ള മാനസികമായിട്ടുള്ള ടെൻഷൻ, നിൽക്കുന്ന സ്ഥലത്ത് പൂർണ്ണമായിട്ടും ഗുണമില്ലാതെ ഇരിക്കുന്നത് കാരണം കൊണ്ട് വീട്ടിൽ നിന്നും മറ്റു സ്ഥലത്തേക്ക് മാറാനിട വരിക, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾക്കൊക്കെ യോഗമുള്ള ഒരു സമയം കൂടിയാണ്. അപ്പോൾ അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. കർമാധിപതി സൂര്യനാണ്. ആ കർമാധിപതി കർമ്മസ്ഥാനത്തേക്ക് ദൃഷ്ടി ചെയ്താണെങ്കിലും ശത്രുക്ഷേത്രത്തിൽ നിൽക്കുന്നു എന്ന് പറയുന്നൊരവസ്ഥയുള്ളത് കാരണം കൊണ്ട് ശിവക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാടൊക്കെ ചെയ്ത് കർമ്മതടസ്സം മാറ്റാനായിട്ട് ശ്രദ്ധിക്കണം. മാത്രമല്ല വ്യാഴപ്പിഴവുണ്ടല്ലോ, 6ാം ഭാവത്തിലാണല്ലോ വ്യാഴം നിൽക്കുന്നത്. അപ്പോൾ വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക്, ഭാഗ്യസൂക്ത, പുഷ്പാഞ്ജലി മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയും പഞ്ചാക്ഷരിയോ ദ്വാദശാക്ഷരിയോ ഒക്കെ ജപിച്ചിട്ട് ദൈവാധീനം വർദ്ധിപ്പിക്കാനായിട്ട് ശ്രമിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ മാസം കഴിഞ്ഞ മാസത്തേക്കാൾ കൂടുതൽ, അതായത് ഫെബ്രുവരി മാസം ജനുവരി മാസത്തേക്കാൾ കൂടുതൽ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനിഴ നക്ഷത്രക്കാർക്ക് ഉണ്ടാക്കി കൊടുക്കാനുള്ള യോഗവും സാധ്യതയുമാണ് കാണുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.